ഹലോ ഗൈസ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ കേട്ടിട്ട് ഒരുപാട് നാളെ, ഓൾമോസ്റ്റ് ഒരു 4-5 മാസത്തിൽ കൂടുതലേ, കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വിട്ടുപോയത്. പക്ഷെ നമ്മുടെ സെയിൽ ലൈവായിട്ട് തന്നെ പോകുന്നുണ്ട്. കൂടുതലും നമ്മൾ ഓഫ്ലൈൻ സെയിലാണ് ഓൺലൈനിലെക്കാളും ചെയ്യുന്നത്. കാരണം ടൈമിൻ്റെ കുറച്ച് ഇതുള്ളതുകൊണ്ട് നമ്മൾ ഓഫ്ലൈൻ സെയിലാണ് മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒന്നും ചെറിയ പ്ലാന്റ്സ് അല്ല, എല്ലാം നല്ല എന്താ പറയുക, വെൽ റൂട്ടഡ് ആയിട്ടുള്ള 1-1.5 വർഷത്തിന് മുകളിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് വരുന്ന ഗോൾഡൻ ഡ്രാവ്. ഇതാണ് ഗോൾഡൻ ഡ്രാവോടെ പ്ലാന്റ്സ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം 2-3 അതിലും കൂടുതൽ കളേഴ്സ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗോൾഡൻ ഡ്രാവ്. അപ്പം ഡോക്ടർ റാവു എന്നല്ല, ഇത് ഗോൾഡൻ ഡ്രാവു ആണ്. ഇപ്പം കുറേ പേർക്കൊക്കെ ഇപ്പം ഇത് വന്ന് കാണും, ഈ വെറൈറ്റി കയ്യിലൊക്കെ എത്തിക്കാണും. അപ്പം നമ്മുടെ കയ്യിൽ മുമ്പത്തെ വീഡിയോസിലും നമ്മൾ 3-4 മാസം മുമ്പ് ഇട്ട വീഡിയോയിൽ തന്നെ നമുക്ക് ഒരുപാട് സെയിലായതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ എടുക്കുന്നു, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. റേറ്റും ഡീറ്റെയിൽസ് അതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഗോൾഡൻ ഡ്രാവ് കണ്ടോ. ലാസ്റ്റ് ഫ്ലവർ കൊഴിയാറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതേപോലെ കളേഴ്സ് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ പുറത്ത് ഇറക്കി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് വീഡിയോസ് നല്ല രീതിയിൽ മനസ്സിലാവാനൊക്കെ. അപ്പം മഴ വന്നാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം ഇത് കുറേ നാളായിട്ട് നമ്മൾ പുറത്ത് തന്നെ വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ഡ്രാവ്. അപ്പം നമ്മളിപ്പോൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് തന്നെ എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയതും അതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ഫ്ലവറിങ് കിട്ടുന്നത്. നമ്മുടെ നാടൻ വെറൈറ്റിയുടെ എന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും, പക്ഷേ സീസണിന് മാത്രമേ ഫ്ലവർ ചെയ്യും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഓഫ് സീസണിൽ ഫ്ലവർ ചെയ്യുന്നതാണ്. അടുത്ത് വരുന്ന ഹവായ് വൈറ്റിൽ നല്ലതാ വൈറ്റ് കളറും പിന്നെ ആ ഒരു ലീഫിൽ നല്ല വെരിഗേഷൻ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി കണ്ടോ, നല്ല സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റ്സ് ആണ്, ഒന്നും ചെറുതല്ല. എല്ലാം 8, 9, 10 ഇഞ്ച് പോട്ടും പിന്നെ 7, 8, 9, 10 ഈ 3 പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. കൂടുതലും 7, 8 ഇഞ്ചും സൈസാണ് വരുന്നത്. പിന്നെ ഇത് ഗോൾഡൻ ബിഗോജസ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഗോൾഡൻ ബിഗോജസിൽ ഈ ലീഫിനൊരു ഗോൾഡൻ ഷെയ്ഡ് വൈറ്റ് കളർ ഫ്ലവറും വരും. ഹവായ് വൈറ്റിൽ ലീഫിന് ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കത്തില്ല, ഒരു വൈറ്റിഷ് ഗ്രേ ഷെയ്ഡ് ആയിരിക്കും വരുന്നത് കണ്ടോ. ഇതാണ് ഹവായ് വൈറ്റ്. ഇതൊക്കെ നല്ല മെച്ചുറായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തതും കുറച്ച് നാൾ മുമ്പ് തന്നെ. ഇപ്പം നമുക്കിതിനേക്കാളും നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കാണിച്ചു തരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ യെല്ലോ ഫോക്സിൽ എന്ന് പറയുമ്പം നമുക്ക് യെല്ലോ കളറും വൈറ്റ് കളറും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഭയങ്കരമായിട്ട് നല്ല ഫ്ലവറിങ് വെറൈറ്റിയാണ്. നല്ല ഫ്ലവറിങ് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും ഈ ഒരു വെറൈറ്റിന്ന്. അപ്പം ഇതിൻ്റെ ലീവ്സും കുറച്ച് നാരോ ലീവ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതാണ് പ്ലാന്റ് കേട്ടോ. ഇതും നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരുപാടൊന്നുമില്ല, നമ്മൾ എപ്പോൾ കൊണ്ടുപോകുന്നാലും ഈ പ്ലാന്റ്സ് പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പം നമുക്ക് പിന്നെ ഇതിൻ്റെ അധികം പ്ലാന്റ്സ് കിട്ടാറുമില്ല. ഇപ്പം കൂടിപ്പോൾ ഒരു 30-40 പീസ് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തീരും കണ്ടോ. ഇത്രയും ഫ്ലവറിങ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നല്ല ബ്ലൂമിങ് കിട്ടുന്ന ഒരു വെറൈറ്റി. അപ്പം നല്ല ഗ്രീനിഷ് ഷെയ്ഡിലായിരിക്കും ഫ്ലവർ ആദ്യം വരുന്നത്, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡാവും, പിന്നെ ഒരു യെല്ലോവും വൈറ്റും ചേർന്നാവും, പിന്നെ ഫ്ലവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വൈറ്റ് ഷെയ്ഡിലായിരിക്കും ഈ ഒരു ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇതാണ് യെല്ലോ ഫോക്സ്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സും ഉണ്ട്, അല്ലാത്ത ബുഷി പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. മെസ്സേജ് ഇട്ടാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. പിന്നെ ഡയറക്റ്റ് വന്ന് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ബട്ടർ കപ്പ് നമ്മുടെ കഴിഞ്ഞ സീസണിലെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ബട്ടർ കപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് വയലറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ഫ്ലവറാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ബാക്കിയുള്ള നമ്മുടെ ബൊഗേമിലെ പൂക്കളിനേക്കാളും നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ ഒരു ഫ്ലവറിന്. അപ്പം അത് മാത്രമല്ല, ഇതിൻ്റെ ഫ്ലവറിന് നല്ല കട്ടിയുണ്ട്. ബാക്കിയുള്ള ബൊഗേൻവില്ലയ്ക്കൊക്കെ അതിൻ്റെ പൂക്കൊക്കെ കട്ടി കുറവാണ്, പൂവിന് കട്ടി കുറവാണ്. പക്ഷെ ഇതിന് നല്ല കട്ടിയും കൂടെ ഉണ്ട് ഈ ഒരു ഫ്ലവറിന്. അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം എല്ലാം നല്ല ഹൈറ്റൊക്കെ വെച്ച് പോയതും ബുഷിയായിട്ടുള്ളതാണ്. ഹൈറ്റൊക്കെ ഉള്ളതിന് ചിലർ ഹൈറ്റ് ഉള്ളതാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ചിലർക്കൊക്കെ ആർച്ച് ചെയ്യാനും പടർത്തി വിടാനും ഹൈറ്റ് ഉള്ളത് പ്രിഫർ ചെയ്യുമ്പോൾ അങ്ങനത്തതുണ്ട്. പിന്നെ അടുത്ത മഹാറാണി നമുക്ക് കഴിഞ്ഞ സീസണിൽ നമ്മൾ കൊണ്ടുവന്നു, തീർന്നു. അങ്ങനെ 3-4 തവണ കൊണ്ടുവന്നു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തീർന്നതാണ്. മഹാറാണി നല്ല കിടിലൻ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മഹാറാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം 4-5 കളേഴ്സ് നമുക്ക് വരും. ഓക്കെ, നല്ല ഓറഞ്ചും റെഡും പിങ്കും വൈറ്റും അങ്ങനെ പല കളേഴ്സും മാറി വരുന്നതാണ് മഹാറാണി മാത്രമല്ല, ഇപ്പം നമ്മൾ കാണിച്ച കുറേ വെറൈറ്റീസിൽ അങ്ങനെ കളേഴ്സ് മാറി വരുന്നതാണ്. അപ്പോൾ മഹാറാണിയുടെ ഈ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ നല്ല സ്റ്റെമ്മുള്ള പ്ലാന്റ്സ്. ഇപ്പം നിങ്ങൾക്ക് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചാൽ നട്ട് പിടിപ്പിക്കാൻ തൈകൾ ഉണ്ടാക്കാൻ ഈ പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് കട്ടിങ്സ് കിട്ടും.
സാധാരണ നമുക്ക് കിട്ടുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ തന്നെ അതിനൊരു 4, 5, 6 പ്ലാന്റ്സ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അടുത്ത് വന്ന വാട്ടർമെലൻ കിസ്. നമ്മുടെ വാട്ടർമെലൻ്റെ കളർ പോലെ തന്നെ ലൈറ്റ് ഗ്രീനിഷും റെഡും പിങ്കും ഷെയ്ഡ് വന്നിട്ട് പിന്നെ നല്ല ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറുന്നതാണ് വാട്ടർമെലൻ കിസ്. ഇതൊരു നമ്മുടെ വാട്ടർമെലൻ കിസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് വാട്ടർമെലൻ കിസ്. എന്ന് വെച്ചാൽ നല്ല ബ്ലൂമിങ് ആണ്, നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ് കിട്ടും. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈസ്. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കുഞ്ഞ് പ്ലാന്റ്സിനെ നമ്മൾ വളർത്തി വലുതാക്കി, നമ്മുടെ നാട്ടിലെ തന്നെ കുഞ്ഞ് പ്ലാന്റ്സിനെ നമ്മൾ വളർത്തി വലുതാക്കിയാൽ തന്നെ. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചീത്തായി പോയോ ഒരു പ്രശ്നവും വരത്തില്ല, നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ തന്നെ അതിനെ വളർത്തി ഓൾമോസ്റ്റ് ഒരു വർഷം വരെ കയ്യിൽ വെച്ച് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചീത്താവുമെന്ന് വേറെ ഒരു പ്രശ്നം വരുമല്ലോ. കാരണം നമ്മളത് വാങ്ങിച്ച് നമ്മൾ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി കുറേ നാൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതൊരു വാട്ടർമെലൻ കിസിൻ്റെ കുഞ്ഞ് പ്ലാന്റ്. ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് കുറച്ചുകൂടെ വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത് വന്ന ബ്രിസാ റെഡും നമുക്ക് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ബ്രിസാ റെഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഡാർക്ക് കളർ റെഡാണ്, നമ്മുടെ ഒരു ചുടികട്ടയുടെ ഒക്കെ കളർ വരുന്ന ഒരു പ്ലാന്റാണ് ബ്രിസാ റെഡ്. അപ്പം ബ്രിസാ റെഡും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോഴൊക്കെ കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഫ്ലവറിങ് ചിലതിനൊക്കെ ഇപ്പം നമ്മൾ കുറേ നാൾ മുമ്പ് സീസൺ അല്ലാത്ത സമയത്ത് വീഡിയോ എടുത്തിട്ട് വരും, നമുക്ക് ഫ്ലവറിങ് ഉണ്ട്. അപ്പം ഇപ്പം സീസൺ ആകുമ്പോൾ ഇതിനേക്കാളും ഇരട്ടി ഫ്ലവറിങ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് ഇപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് പ്ലാൻസ് എന്ന് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മൾ ബ്രിസാ റെഡ് ആണ്. അപ്പോൾ ബ്രിസാ റെഡ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്ലവറിങ് ആണ്. ഇതൊന്നും ഒന്നുമല്ല, ഇതിനേക്കാളും നമുക്ക് 10 ഇരട്ടി ഫ്ലവർ കിട്ടുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ഒരുപാട് മുമ്പ് എടുത്ത വീഡിയോ ആണ്. കാരണം ഇപ്പം നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പോയി എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇത് ഇട്ടേക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്ത് വരെ നമ്മുടെ ബ്രിസാ മജന്ത. ബ്രിസാ റെഡ് കണ്ടു, ഇത് ബ്രിസാ മജന്തയാണ്. ബ്രിസാ മജന്ത ഇതേപോലെ നല്ല ഫ്ലവറിങ് കണ്ട. നമ്മൾ ആ സീസൺ അല്ലാത്ത ടൈം എടുത്തിട്ട് ഒരു ഇത്രയും ഫ്ലവർ. അപ്പോൾ ഇപ്പോൾ ഈ സീസൺ ആകുമ്പോൾ ഇതിനേക്കാളും ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മൾ വരുന്ന വീക്കിൽ ഇപ്പോഴത്തെ വീഡിയോസ് ഇട്ട് അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇപ്പോഴത്തെ കറണ്ട് എങ്ങനെയാണ് പ്ലാൻസ് അല്ലെങ്കിൽ ഫ്ലവറിങ് എങ്ങനെയാണെന്ന് അറിയാം, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ബ്രിസാ മജന്തയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കൂടുതലും ഡയറക്റ്റ് സെയിലാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് കണ്ട് വാങ്ങി ഇഷ്ടപ്പെട്ടത് എടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലേസ് വരുന്ന ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് മാക്സിമം വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുമ്പ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സും വരുന്നത് ട്രിവാൻഡ്രത്തിന് പുറത്താണ്. അതായത് കന്യാകുമാരിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എറണാകുളത്തുള്ള ഒരു 2 പേരും വന്നു. അത് ജസ്റ്റ് നമുക്ക് പോകുന്ന വഴി കയറിയാണ്. പക്ഷേ ഇതിനു വേണ്ടി മാത്രമായിട്ട് ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ട് പ്ലാൻസ് വാങ്ങാനായിട്ട് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. പക്ഷേ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ടൈമും കൂടെ ആയിട്ടോ ഒന്ന് നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് സമയമാണോ ഓക്കെ ആയിട്ടുള്ളത് ആ ടൈമിൽ നിങ്ങൾക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണമെന്ന് വെച്ചാൽ നമുക്ക് പെറ്റ് സർവീസ് വഴി വീട്ടിൽ എത്തിച്ചു തരാവുന്നതാണ്. അതായത് നമുക്ക് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് ചട്ടിയോടുകൂടി നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു 4-5 വെറൈറ്റീസേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ്, കൂടുതൽ വെറൈറ്റീസ് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ വന്ന് വാങ്ങാൻ താല്പര്യമുള്ളവർ വന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ വന്ന് വാങ്ങാനാണ് ഞാനും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വന്നിട്ട് ഡയറക്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട് നല്ല സ്റ്റെമ്മുള്ളതും നല്ല റൂട്ടഡ് ആയിട്ടുള്ളതും നല്ല ബുഷി പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബുഷി പ്ലാന്റ് എടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് നല്ല നീളമുള്ള നമ്മൾ പടർത്തി വിടാനും അങ്ങനത്തെ എന്തെങ്കിലും ആർച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ ആ പ്ലാന്റ്സ് നോക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് വാങ്ങിച്ചാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ ഓൺലൈനിലും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ നാൾ ഓൺലൈൻ മാത്രമാണ് ചെയ്തത്. പിന്നെയാണ് നമുക്ക് ഓഫ്ലൈൻ തുടങ്ങി. അപ്പോൾ ഓഫ്ലൈൻ വന്നപ്പോൾ നമുക്ക് ഓൺലൈൻ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമുക്ക് ഓഫ്ലൈൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ആ രീതിക്ക് വാങ്ങാം. പിന്നെ റേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്പറിലേക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാം. പിന്നെ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇനി നമ്മൾ നല്ല വീഡിയോസും നല്ല പ്ലാൻസും വെറൈറ്റീസ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ.